നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +1 റിസൾട്ട് ഇന്ന് വന്നു. പല കുട്ടികളും ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. സംശയങ്ങൾക്ക് നമുക്ക് എല്ലാത്തിനും വാട്സപ്പിലൂടെ ഒരിക്കലും മറുപടി നൽകാൻ പറ്റത്തില്ല. പക്ഷേ ഈ പറയുന്ന ഒരു ഷോർട്ട് വീഡിയോ, ഒരു 5 മിനിറ്റ് താഴെ കാണത്തുള്ളൂ. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ വളരെ വ്യക്തമായിട്ട് എടുക്കുക, വളരെ കാര്യഗൗരവമായിട്ട് എടുക്കുക, അല്ലെങ്കിൽ പണി പാളുമെന്നുള്ള ഉറപ്പാണ്. കാരണം ഇന്ന് +1 റിസൾട്ട് വന്നപ്പോൾ, ഇമ്പ്രൂവ്മെൻ്റ് റിസൾട്ട് വന്നപ്പം കുറേ കുട്ടികൾക്കൊക്കെ അത്യാവശ്യം ഇമ്പ്രൂവ്മെൻറ്റ് മാർക്ക്, വലിയ ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടിയവരൊക്കെ വളരെ കുറവാണ്. പക്ഷെ ഒരുപാട് കുട്ടികൾ, നമ്മൾ ഏറ്റവും കൂടുതൽ കരുതൽ വേണ്ടതാണല്ലോ, ഏറ്റവും കൂടുതൽ കുട്ടികൾ ഫെയിലായിട്ടുണ്ട്. ഈ ഫെയിലായിട്ടുള്ള കുട്ടികൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം +1 ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഇനി നമുക്ക് +1 എഴുതാൻ പറ്റുന്ന എപ്പോൾ മാത്രമേ ഉള്ളൂ? അടുത്ത മാർച്ചിലേ ഉള്ളൂ. അടുത്ത മാർച്ചിൽ എഴുതണമെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. കാരണം അടുത്ത വർഷത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റം വരാൻ പോവുകയാണ്. കാരണം അടുത്ത വർഷം +1 ടെക്സ്റ്റ് മാറുകയാണ്. ഈ ടെക്സ്റ്റ് മാറുന്നുണ്ടുള്ള ദോഷം എന്ന് പറഞ്ഞാൽ പുത്തനായിട്ടുള്ള സിലബസ് വരുന്നു. നമുക്ക് ഭയങ്കര ടഫ് സിലബസ് ആണെന്നാണ് പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മൊത്തം പാടും. അതായത് നിങ്ങളുടെ ലാസ്റ്റ് അവസരമാണ് +1 ഇമ്പ്രൂവ്മെൻറ്റ്. ഇപ്പം +1 ഫെയിൽ ആയിട്ടുള്ളവർ ലാസ്റ്റ് അവസരമാണ്. ഇനി നിങ്ങൾ ഭയങ്കര പാടായിരിക്കും ജയിച്ചെടുക്കാൻ. ഈ 2027 മാർച്ചാണ് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ്. അല്ലെങ്കിൽ വേറൊരു ചാൻസ്, +1 നിങ്ങൾ തോറ്റു, +2 നിങ്ങൾ ഇതേ വിഷയങ്ങൾക്ക് തോറ്റു, സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ഇതേ വിഷയങ്ങൾ തോറ്റാൽ +2 നിങ്ങൾ അങ്ങ് ഡബിൾ പാസ് മാർക്ക് മേടിക്കുകയാണ്. അത് 2026 ജൂണിൽ ആദ്യം പരീക്ഷ നടക്കും. ഇപ്പോൾ ഒരു മാസമേ ഉള്ളൂ. ഒറ്റ മാസത്തിൽ പരീക്ഷ നടക്കുവാണെങ്കിൽ അതിന് നിങ്ങൾ ഡബിൾ പാസ് മാർക്ക് മേടിച്ചാലും നിങ്ങൾ എന്താണ്, പാസ്സാവും. ഈ ചാൻസുകൾ മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് പോകും തോറും നിങ്ങൾക്ക് അടുത്ത വർഷം, അതിൻ്റെ അടുത്ത വർഷം ഇനി വെക്കരുത്. കാരണം ഒരു അധ്യാപനം എന്നുള്ള രീതിയിൽ വളരെ കറക്റ്റായിട്ടാണ് ഈ പറയുന്ന ഇൻഫർമേഷൻ. നിങ്ങൾ ഇത് തെറ്റിച്ചാൽ പിന്നെ അങ്ങോട്ട് എഴുതിയെടുക്കുന്ന കാര്യം, +2 പോയി കഴിഞ്ഞാൽ പോയുടെ മക്കളെല്ലാം നമ്മുടെ മുന്നോട്ടുള്ള എല്ലാ കോഴ്സുകളും പഠിക്കാൻ പറ്റത്തില്ല, നല്ലൊരു ജോലി കിട്ടത്തില്ല, ഇതെല്ലാം പ്രശ്നമാണ്. ഇത് എഴുതിയെടുക്കാൻ ഇപ്പോൾ എളുപ്പമാണ്. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഒരു ബാച്ചുകളൊക്കെ എല്ലാ ബാച്ചുകളും ഉണ്ട്. നമുക്ക് എൻട്രൻസ് ആയാലും +1 ആയാലും +2 ആയാലും CBSE ബാച്ച് എല്ലാം ഉണ്ടെങ്കിലും ബാച്ചിനെ നമ്മളൊരു കരുതലോട് കരുതുന്ന വേറൊന്നുമല്ല. നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഇതിനോട് ഉറപ്പായിട്ട് ജയിച്ചിരിക്കണം. ജയിച്ചില്ലെങ്കിൽ നമ്മുടെ മൊത്തത്തിൽ എല്ലാ അടപടലം പാളി. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലാതെ പഠിക്കാം. നല്ല സിമ്പിളായിട്ടുള്ള ക്ലാസ്സും നോട്ട്സും എല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും. വളരെ സിമ്പിളായിട്ട് ഒരു വർഷത്തേക്കാണെങ്കിൽ പോലും നിങ്ങൾ ഒരു ടെൻഷനും ഇല്ലാതെ സിലബസ് അനുസരിച്ച് വളരെ വ്യക്തമായിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകളും എല്ലാം കിട്ടും. നിങ്ങളുടെ പേരും ഡിസ്ട്രിക്റ്റും വാട്സപ്പ് നമ്പറും ഏതൊക്കെ സബ്ജക്ട്സ് ആണെന്നും ഒക്കെ ഇട്ടാൽ മതി. എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് തരുകയും ചെയ്യും. അതുകൊണ്ട് ഒരു ടെൻഷൻ വേണ്ട. തോറ്റവർ ഒരു ടെൻഷനും ഇല്ല, അടിപൊളിയായിട്ട് പഠിക്കുക, ഉറപ്പായിട്ട് ജയിച്ചിരിക്കും.